ഹായ് എവറി വൺ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ ടാസ്കിനെ കുറിച്ചാണ്. ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്നത് ലൈഫിലെ ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലും ഒരു വ്യക്തി നേടിയെടുക്കേണ്ട സ്കിൽസ്, എബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്നിവയാണ്. ഇത് ഒരു വ്യക്തിയെ സോഷ്യൽ റോൾസും ലൈഫിലെ ഓരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ലേണിംഗ് ടു കമ്മ്യൂണിക്കേറ്റ്, ഫോമിംഗ് ഫ്രണ്ട്ഷിപ്പ്, പ്രിപ്പയറിംഗ് ഫോർ കരിയർ ഡിസിഷൻസ് എന്നിവ. ഈ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് ജെ ഹാവിഗ്ഹേസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ഹിം, ഡെവലപ്മെൻ്റൽ ടാസ്ക് ആർ ദോസ് ടാസ്ക് that arise at certain period of life, successful achievement of which leads to happiness and success in later tasks, while failure may result in unhappiness and difficulty with later tasks. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല ടാസ്കുകളും നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ടാസ്കുകൾ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതവരിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാം. അവരെ അടുത്തൊരു ഡെവലപ്മെൻ്റൽ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് അതവർക്ക് സഹായമാവുകയും ചെയ്യും. അഥവാ ഒരു വ്യക്തിക്ക് ആ ടാസ്കുകൾ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അൺഹാപ്പിനെസ്സിന് കാരണമാകും. അത് അവരുടെ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് 3 ഫോഴ്സസ് ഓഫ് ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫോഴ്സസ് ആണ് ഫിസിക്കൽ മെച്ചുറേഷൻ, പേഴ്സണൽ വാല്യൂസ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് സോഷ്യൽ പ്രഷർ. ഇതിൽ ഫിസിക്കൽ മെച്ചുറേഷൻ എന്നത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഗ്രോത്ത്, ബയോളജിക്കൽ ചേഞ്ചസ് എന്നിവ രൂപപ്പെടുത്തുന്ന ടാസ്കുകളാണ്. അതിൻ്റെ ഉദാഹരണമാണ് ലേണിംഗ് ടു വാക്ക്, ലേണിംഗ് ടു റൺ എന്നിവ. അടുത്തത് പേഴ്സണൽ വാല്യൂസ് ആൻഡ് മോട്ടിവേഷൻ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റ്, ഗോൾ എന്നിവ രൂപപ്പെടുത്തുന്ന ടാസ്കുകളാണ് ഇത്. ഇതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ ജോബ്സ്, ഹോബീസ് എന്നിവ. അടുത്തത് സോഷ്യൽ പ്രഷർ. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, സ്കൂൾ, സൊസൈറ്റി എന്നിവയുടെ സ്വാധീനത്താൽ രൂപപ്പെടുന്ന ടാസ്കുകളാണിത്. ഇതിൻ്റെ ഉദാഹരണമാണ് ലേണിംഗ് ടു റീഡ്. ഇനി നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് അഡാപ്റ്റ് ലൈഫ് ചേഞ്ചസ് എഫക്റ്റീവ്ലി. ഉദാഹരണത്തിന് ഒരു കുട്ടി ലേറ്റർ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസൻസിലേക്ക് മാറുന്ന സമയത്ത് ആ കുട്ടിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ ഡെവലപ്മെൻ്റൽ ടാസ്കുകൾ സഹായിക്കുന്നു. ഇറ്റ് എൻകറേജസ് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇതൊരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. ഓരോ ഏജിലെയും കുട്ടികളിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് വേണ്ടത് എന്ന് പാരൻസിനും ടീച്ചേഴ്സിനും കൗൺസിലേഴ്സിനും മനസ്സിലാക്കാൻ ഈ ഡെവലപ്മെൻ്റൽ ടാസ്കുകൾ സഹായിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഡിഫിക്കൽട്ടീസ് ഇൻ റിലേഷൻഷിപ്പ്, കരിയർ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ്. അതുകൂടാതെ ഒരു ലക്ഷ്യത്തിലെത്തുന്നതിനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലെയും ഡെവലപ്മെൻ്റൽ ടാസ്കുകൾ നോക്കാം. പ്രധാനപ്പെട്ട 3 ഡെവലപ്മെൻ്റൽ സ്റ്റേജുകളാണ് ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഏർലി ചൈൽഡ്ഹുഡ് എന്നത് ബർത്ത് ടു 6 ഇയേഴ്സ് വരെയാണ്. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ വാക്കിംഗ്, റണ്ണിങ്, ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ പോലുള്ള ബേസിക് മോട്ടോർ സ്കിൽസ് പഠിക്കുന്നത്. ദേ ഡെവലപ്പ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദേ ലേൺ സെൽഫ് കൺട്രോൾ ആൻഡ് ബേസിക് സോഷ്യൽ ഇൻട്രാക്ഷൻ. അവർ സ്വയം കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നും പഠിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ദേ ഫോം ട്രസ്റ്റ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ഫാമിലി. They develop early cognitive skills such as curiosity, problem solving and recognition. അടുത്ത ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ലേറ്റർ ചൈൽഡ്ഹുഡ് 6 ഇയേഴ്സ് ടു 12 ഇയേഴ്സ് വരെയാണ്. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക് പോലുള്ള അക്കാഡമിക് സ്കിൽസ് പഠിക്കുന്നത്. ദേ ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്തത്തോടെ പെരുമാറാനും തുടങ്ങുന്നു. ദേ ഫോം ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലേൺ സോഷ്യൽ നോംസ്. അവർ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുകയും ചെയ്യുന്നു. ദേ ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്കവർ ഹോബീസ് ഓർ ടാലൻറ്റ്സ്. അവരുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്തുകയും അവരുടെ ഹോബീസ് എന്താണ്, അവരുടെ ടാലൻറ്റ്സ് എന്താണ് കണ്ടെത്തുകയും ചെയ്യുന്നു. ദേ ഡെവലപ്പ് മോറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ തുടങ്ങുന്നു.
അടുത്ത ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ് അഡോളസൻസ്. അഡോളസൻസ് എന്നത് 12 to 18 വരെയുള്ള പ്രായമാണ്. ദേ ഡെവലപ്പ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. ഈ പ്രായത്തിൽ കുട്ടികൾ അവരുടെ സ്ട്രെങ്ത്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദേ അച്ചീവ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ്. അഡോളസൻസിൽ കുട്ടികൾ ഗ്രാജ്വലി ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ദേ ഫോം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ആൻഡ് പിയർ കണക്ഷൻസ്. ദേ പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ റോൾസ്. അഡോളസൻസ് പീരീഡിലാണ് ഒരു വ്യക്തി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ തുടങ്ങുന്നതും. ഇനി അടുത്തത് എന്ത് പഠിക്കാം, എന്ത് ജോബ് ചെയ്യാം, എങ്ങനെ സൊസൈറ്റിയിൽ ഒരു റെസ്പോൺസിബിൾ മെമ്പർ ആകാം എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. നെക്സ്റ്റ്, ദേ ലേൺ ഡിസിഷൻ മേക്കിംഗ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കൺക്ലൂഷൻ. ഡെവലപ്മെൻ്റൽ ടാസ്ക് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിനും സോഷ്യൽ അഡാപ്റ്റേഷനും സഹായിക്കുന്നു. Successful completion of developmental tasks ensures confidence, competence, and well-being. It also helps parents, teachers, and counselors support children effectively. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസും സപ്പോർട്ടും നൽകാൻ ഡെവലപ്മെൻ്റൽ ടാസ്ക് സഹായിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ചസ് ഒരു വ്യക്തി നേരിടുന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു ഗൈഡൻസിലൂടെയും സപ്പോർട്ടിലൂടെയും മറികടക്കാൻ സാധിക്കുന്നതാണ്.